ജിമ്മി ജെയിംസ്, ഇതിലിപ്പോൾ CPM സ്വീകരിക്കുന്ന നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഈഴവ വോട്ടുകളാണ് ഒരുപക്ഷെ ഇഴവ് വോട്ടുകൾ ലഭിക്കാത്തതാണ് തെരഞ്ഞെടുപ്പിൽ CPM-ന് തിരിച്ചടിയായത്, LDF-ന് തിരിച്ചടിയായതെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ വലിയ രീതിയിൽ ബാധിച്ചു എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഇന്നിപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരണവും നമ്മൾ കേൾക്കുകയാണ്. അദ്ദേഹത്തിന്റെ മറ്റു നിലപാടുകളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് പോകുന്നു. ഈ വർഗീയ പരാമർശങ്ങളോടൊന്നും യോജിപ്പില്ല, പക്ഷേ അദ്ദേഹം വർഗീയവാദിയല്ല എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ അത് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും മനസ്സിലാവില്ല. തലോടിക്കൊണ്ടുള്ള ഒരു തള്ളൽ എന്നൊക്കെ നമുക്ക് തോന്നാം. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഇപ്പോൾ CPM താങ്ങുന്നത് എന്തിനാണ്? CPM എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനെ താങ്ങുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ഈ നിലപാടിന്റെ തീരുമാനമുണ്ടായത്. ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഹിന്ദു വോട്ടുകൾ പരമാവധി ഒഴിഞ്ഞു പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒരല്പം ഹിന്ദു വർഗീയത കൂടി കയറ്റാം എന്ന ഒരു ചിന്തയിലേക്ക് CPM പോയത്. അത് വളരെ വ്യക്തമായി അങ്ങനെ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റലും ഷോളും പ്രോത്സാഹനവും പ്രശംസയും എല്ലാം കിട്ടുന്നത്. മുഖ്യമന്ത്രിയോടൊപ്പം പല പരിപാടികളിലും നമ്മൾ കണ്ടു, പുകഴ്ത്തലുകൾ കണ്ടു. അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനെ ഒരിടത്ത് പോലും വിമർശിക്കുന്ന ഒരു നിലപാടുമുണ്ടായില്ല. അതിനകത്ത് യാതൊരു വ്യക്തിത്വ കുറവുമില്ല എന്നുള്ളതാണ് പകൽ പോലെ വ്യക്തമാണ്. CPM ഒരല്പം ഹിന്ദു വർഗീയത കൂടെ കൂട്ടിയാലും കുഴപ്പമില്ല, കയ്യിലുള്ള ഈഴവ വോട്ടുകൾ പോകരുത് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് വെള്ളാപ്പള്ളി നടേശനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്. 2016 നൌഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 2015-16 നൌഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കോഴിക്കോട് മാൻഹോളിൽ വീണ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ രക്ഷിക്കാൻ ശ്രമിച്ച് മരിക്കുമ്പോൾ അയാൾക്കെതിരെ വർഗീയ പരാമർശം നടത്തിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. നൌഷാദ് ആയതുകൊണ്ടാണ് അയാളെ എല്ലാവരും ബഹുമാനിച്ചത്, അവരുടെ കുടുംബത്തിന് പണം കിട്ടിയത്. അന്ന് കേരള തൊഗാടി എന്നാണ് വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ വിളിച്ചത്, CPM വിളിച്ചത്. അതേ CPM-ഉം അതേ പിണറായി വിജയനുമാണ് 2024 ശേഷം വെള്ളാപ്പള്ളി നടേശനെ പൊതിഞ്ഞു പിടിക്കുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ നാക്ക്, വെള്ളാപ്പള്ളി പറയുന്ന വർഗീയത. ഇന്നലെയും വെള്ളാപ്പള്ളി പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, മലബാറിൽ മറ്റു മതക്കാർക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്കൂളുകളൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഇന്ന് മുസ്ലിം ലീഗ് വർഗീയ കലാപം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, ഭരണം കിട്ടിയാൽ വർഗീയ കലാപം ഉണ്ടാക്കുമെന്ന് പറയുന്നു. ഈ രണ്ടും CPM-ന് വേണ്ട വാദങ്ങളാണ്. അങ്ങനെ വെള്ളാപ്പള്ളി വാദിക്കുമ്പോൾ വെള്ളാപ്പള്ളിയെ പുകഴ്ത്താതെ എന്ത് ചെയ്യാൻ? അതുകൊണ്ടാണ് ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വളരെ വ്യക്തമായി പറഞ്ഞത്, വെള്ളാപ്പള്ളി ഒരു വർഗീയവാദിയാണെന്ന് ഞങ്ങൾ പറയില്ല. അത് CPM-ന്റെ ഔദ്യോഗിക സ്റ്റാൻഡാണ്. ഈ നിലപാടുമായി ഏതറ്റം വരെ CPM പോകും എന്നുള്ളതാണ് കാണേണ്ടത്. ഇന്ന് ഒരു മാധ്യമപ്രവർത്തകനെ അയാളുടെ മതത്തിൻ്റെ പേരിൽ, അയാളുടെ പേരിൻ്റെ പേരിൽ തീവ്രവാദി എന്ന് വിളിച്ചിരിക്കുന്നു. അവിടെയും CPM വെള്ളാപ്പള്ളിയെ പൊതിഞ്ഞു പിടിക്കുമോ? ഏതറ്റം വരെ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും CPM-ന്റെ വാചകം കടമെടുത്ത് പറഞ്ഞാൽ 10 വോട്ടിന് വേണ്ടിയും വെള്ളാപ്പള്ളിയുടെ നാക്കിനെ സംരക്ഷണ കവചം എത്ര കാലം ഒരുക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇനി വെള്ളാപ്പള്ളി എന്തൊക്കെ വർഗീയ വിഷം തുപ്പും, എന്തിനൊക്കെ CPM താങ്ങും എന്നുകൂടി കാത്തിരുന്ന് കാണാം. ജിമ്മി ജെയിംസ് ആണ് വിശദാംശങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും.